ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയ വടുകപ്പുളി നാരങ്ങാച്ചാറിന്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായി കാണണം, എന്നിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് തയ്യാറാക്കുന്ന വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് അച്ചാറിന്റെ ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. ഇതിനായി ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു വലിയ സൈസ് വടുകപ്പുളി നാരങ്ങ. അത് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവി കയറ്റിയിട്ട് ചെറിയ പീസുകളായി മുറിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ വേണ്ടത് നമുക്ക് ആവശ്യത്തിന് കടുക്, 3 ടേബിൾ സ്പൂൺ ഓയിൽ, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് കറിവേപ്പില, 5 പച്ചമുളക്, അതുപോലെ 1/4 കപ്പ് വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് 3 ടേബിൾ സ്പൂൺ അച്ചാർ പൊടി, അതുപോലെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് വിനാഗിരി, ആവശ്യത്തിന് കായപ്പൊടി. അപ്പോൾ നമുക്കിത് തയ്യാറാക്കുന്ന വിധം നോക്കാം. ആദ്യം തന്നെ ഞാൻ ഫ്ലെയിം ഒന്ന് ഓണാക്കിയിട്ട് പാത്രം ചൂടാകാൻ വെക്കുകയാണ്. പാത്രം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ വെളുത്തുള്ളിയും ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് വേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് വാടി വരണം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് പെട്ടെന്ന് വാടി വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കാണാൻ ഇത് നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അച്ചാർ പൊടി 3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കായപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വിനാഗിരിയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് വടുകപ്പുളി നാരങ്ങ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചും കൂടി വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന വടുകപ്പുളി നാരങ്ങയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ വടുകപ്പുളി നാരങ്ങയ്ക്കാണെങ്കിൽ ഭയങ്കര കയ്പ്പായിരിക്കും. അപ്പോൾ ഈ കയ്പ്പ് ഒന്ന് ചെറുതായി നമുക്ക് ബാലൻസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നല്ലെങ്കിൽ ഈന്തപ്പഴം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പഞ്ചസാര യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഇട്ടിരിക്കുന്നത് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. നേരത്തെ നമുക്ക് കുറച്ച് ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാരയും ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായി മിക്സായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതോടുകൂടി നമ്മുടെ വടുകപ്പുളി നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സർവ് ചെയ്തെടുക്കാം. അപ്പോൾ സർവ് ചെയ്തിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്. അധികം കയ്പൊന്നും ഉണ്ടാവില്ല. ഇത് 2-3 ദിവസം ഇരിക്കും തോറും ടേസ്റ്റ് കൂടി വരും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. അസ്സലാമു അലൈക്കും.